ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് മൈസൂർ പോയതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തത് പോയത് ഒരു മ്യൂസിയത്തിലേക്കാണ്. വീണ്ടും ഞങ്ങളൊരു മ്യൂസിയത്തിലേക്കാണ് പോയത്. പക്ഷേ ഈ മ്യൂസിയം എന്ന് പറയുന്നത് കാർ മ്യൂസിയമാണ് കേട്ടോ. കാറിൻ്റെ പലതരം വെറൈറ്റി മോഡലുകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങളിത് കയറി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ഫോണൊക്കെ അലോഡാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം. ഈ വീഡിയോയും ഫോട്ടോസും ഒക്കെ ഉൾപ്പെടുത്താം. അപ്പം ഞങ്ങൾ നല്ല പൊരി വെയിലത്താണ് അവിടെ ചെന്ന് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകാനായിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അതിലേ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻട്രൻസിനുള്ള വശങ്ങളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ചെറിയൊരു ഗാർഡനും അപ്പുറം ഇപ്പുറമായിട്ട് കുറച്ച് ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഏരിയ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഉൾവശം എങ്ങനെയാണ് കേട്ടോ. നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ആ ടിക്കറ്റ് എടുക്കാനുള്ള ടൈം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിൽ പോയിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പഴയകാല മോഡൽ വണ്ടി എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പം തന്നെ കാണുന്നത് നമ്മൾ ആദ്യ കാലത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടികളൊക്കെ ആയിരുന്നു കേട്ടോ. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ആൾക്കാർ കയറിയിരുന്ന് വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷകളൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം വന്ന വണ്ടികൾ, അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ വന്ന വണ്ടികളാണ് അവിടെ നമ്മളെ കാണാനായിട്ട് സാധിക്കുന്നത്. കാറ് മാത്രമല്ല, പല മോഡലുകൾ വണ്ടികളുണ്ട് നമ്മൾ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 2013 മോഡൽ 16 മോഡൽ വരെയുള്ള വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഞങ്ങൾ അതിലേ നടന്നു. ഒരുപാട് വണ്ടികളെല്ലാം കണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നും കേട്ടോ. ഇതൊക്കെ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നതല്ലേ. പിന്നെ നമ്മൾ പല വണ്ടികളും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് വരും. വണ്ടി ക്രേസ് ഉള്ളവർക്ക്, അതായത് വണ്ടി ഭ്രാന്തന്മാർക്കൊക്കെ ഇഷ്ടപ്പെടും ഇതൊക്കെ പോയി കാണാനായിട്ട്. അപ്പം നിങ്ങളൊക്കെ മൈസൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാർ മ്യൂസിയം കാണണം. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. നമ്മൾ ഈ ഷോറൂമിലൊക്കെ പോയി നടന്ന് നമ്മൾ കാണുന്ന പോലെ അതിൻ്റെ ഒരു വെറൈറ്റി ഒരു ലോകമാണിത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മൈസൂർ പോകുമ്പോൾ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പം നമുക്ക് കാർ മ്യൂസിയത്തിൻ്റെ കൂടുതൽ വീഡിയോസ് നമുക്ക് കണ്ടാലോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഏതൊക്കെ വണ്ടി ഇഷ്ടപ്പെട്ടെ? അത് ഇഷ്ടപ്പെട്ടെ? ചേട്ടാക്കി അത് ഇഷ്ടപ്പെട്ടെ? പറ, ഏതാണ്? ആ കാണുന്ന ബ്ലൂ കാറാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് രണ്ടെണ്ണം മേടിച്ചു തരാം കേട്ടോ. വെളിയിൽ വാങ്ങട്ടെ.
കേട്ടോ, നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ നേരിട്ട് വന്ന് കാണേണ്ടതാണ്. അപ്പോൾ മൈസൂരൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും വന്ന് നേരിട്ട് വന്ന് കാണുക. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് അമ്മയുടെ എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്ഥലമായിട്ട് കാണാം.